നമുക്കിന്ന് എങ്ങനെ സ്വാദിഷ്ടമായ ചെറുപയർ തോരൻ വെക്കാമെന്ന് നോക്കാം. നമുക്കിപ്പോൾ തോരൻ വെക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറുപയറുണ്ടെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് കുക്കറിലോട്ട് ശകലം ചെറുപയറിട്ട് നല്ലതുപോലെ ഒരു 3-4 വട്ടം കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഒരു 2 വിസിലൊക്കെ മതിയാവും ചെറുപയർ റെഡിയാകാനായിട്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ച് കുക്കറിലോട്ട് നമുക്ക് ചെറുപയറെടുത്ത് വേകാനായിട്ട് വെക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം, എന്നാലേ ചെറുപയറിലൊക്കെ ഉപ്പ് പിടിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. നമ്മൾ തേങ്ങയും ഒക്കെ ചതച്ച് വെച്ചുള്ള ചെറുപയർ തോരനാണ് റെഡിയാക്കുന്നത്. അതിന് തേങ്ങ, അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് ചേർക്കേണ്ടത്. എന്നിട്ടിത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒറ്റയടി ഇടിച്ചെടുത്താൽ മതിയാകും. കൂടുതൽ അരിഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് ഒറ്റയടി ഇടിച്ചെടുക്കാം. എന്നിട്ട് അടുപ്പ് കത്തിച്ച് ഒരു ചീനിച്ചട്ടി വെച്ച് പാകത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ശകലം കടുകും കൂടി ഇടാം. ഞാൻ ഇച്ചിരി കൂടുതൽ കടുക് ഇടുന്നുണ്ട്. എനിക്ക് കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ്. ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് നമുക്ക് അരപ്പിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറും കൂടി അതിലോട്ട് ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ തോരൻ റെഡിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.